ഇന്ന് നമ്മൾ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. സാധാരണ ചെയ്യുന്നതിന് കുറച്ച് വ്യത്യാസമായിട്ട് നല്ല ടേസ്റ്റിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ചെമ്മീൻ ഫ്രൈ റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കി 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി. പിന്നെ ഈ സമയത്ത് ഗ്യാസ് ഒന്നില്ലെങ്കിൽ ഓഫാക്കി വെക്കുക, അല്ലെങ്കിൽ കുറച്ച് വെക്കണം കേട്ടോ. കാരണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പൊടികൾ കരിഞ്ഞിട്ടുള്ള ടേസ്റ്റായി പോകും, അപ്പോൾ ശ്രദ്ധിക്കണേ. പിന്നെ പാകത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ തന്നെ ഈ പൊടികൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകരുത്, നല്ലൊരു മണം വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്കുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു 350 ഗ്രാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 350 ഗ്രാം എന്ന് പറയുമ്പോൾ വൃത്തിയാക്കി എടുത്തതിന് ശേഷമുള്ള അളവാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. തീ കൂട്ടി വെക്കണ്ട, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ മതിയാകും. ഇത്തിരി സമയം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ചെമ്മീനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത്യാവശ്യം വെന്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. കാരണം ഒരുപാട് സമയം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. ഇതിപ്പോൾ ഇങ്ങനെ തിളച്ചിരിക്കുന്ന ഈ സമയത്തിന് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളി, സവോളയുടെ ഒരു പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവേതൂടെ ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ, കാരണം തേങ്ങ കുറേ കൂടി കഴിഞ്ഞാൽ ടേസ്റ്റില്ല. എന്നാൽ ഈ ഒരു അളവിലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കാരണം ഈ ഒരു ഗ്രേവി തേങ്ങയിൽ പൊതിഞ്ഞ് അതിങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയത്ത് ചെമ്മീൻ്റെ ഒരു ഫ്ലേവറൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും, അതുകൂടെ കൂട്ടി കഴിക്കാനായിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ആ ഒരു ഗ്രേവി വറ്റി തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചുവന്ന് ഡ്രൈ ആയിട്ട് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതുകൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു ഫ്ലേവറിന് മാത്രം. ഈ സമയത്ത് ഇതിങ്ങനെ ഫ്രൈ ആക്കുന്ന സമയത്ത് ഇതുപോലെ മൊത്തത്തിലൊന്ന് പരത്തി ഇട്ട് കൊടുക്കുക. അപ്പം 2 സൈഡ് നമുക്ക് പെട്ടെന്ന് ഒരു ഫ്രൈ ആയി കിട്ടുന്ന പോലെ ആയി കിട്ടിക്കോളൂ കേട്ടോ. അങ്ങനെ 2-3 മിനിറ്റ് കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വന്നോളൂ. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ മാറി കറക്റ്റ് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവട്ടെ. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. ഇനി ലാസ്റ്റ് ഇത് എടുക്കുന്നതിന് മുൻപ് കുറച്ച് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ തുടക്കത്തിലേ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ഇത്തിരി എരിവുള്ളത് തന്നെയാണ് നല്ലത്, സ്പൈസി ആയിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉള്ളത്. പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. ഒരുപാട് എരിവ് ഇറങ്ങുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇങ്ങനെ ചെമ്മീൻ കഴിക്കുന്ന സമയത്ത് ചെമ്മീൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്, എന്നാൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന പോലെയല്ല, നല്ല കഴിക്കാൻ നല്ല സോഫ്റ്റ് ഉണ്ടാവും. പിന്നെ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ചെമ്മീൻ സാധാരണ എപ്പോഴും തികയാത്തൊരു പ്രശ്നം വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് തേങ്ങയും ഉള്ളിയും കൂടിയൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഈ രീതിയിൽ ഇത് നല്ല ചൂടോട് കൂടി തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. പിന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്